അതിരപ്പള്ളിയിൽ കാട്ടാനകളെ കാട് കയറ്റാൻ ഇന്ന് സ്പെഷ്യൽ ഡ്രൈവ് നടക്കാൻ പോവുകയാണ്. തുമ്പൂർ മൊഴി മുതൽ വെറ്റിലപ്പാറ വരെ കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും ചേർന്നാണ് ഈ ദൗത്യം നിർവഹിക്കാൻ പോകുന്നത്. MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, അങ്ങനെ ജനവാസ മേഖലയിൽ ഉള്ള സാന്നിധ്യം അത് മാറ്റുക, ആനകളെ തുരത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണോ? എന്തൊക്കെ ക്രമീകരണങ്ങൾ, എപ്പോഴായിരിക്കും ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നത് ലിഷോയി? ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. അതായത് ഈ പലയിടങ്ങളിലുമുള്ള ഈ ജനവാസ മേഖലയിലുള്ള കാട്ടാനകളെ അവയെ നേരെ പുഴ കടത്തി അക്കരയ്ക്ക് കടത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ പ്രാഥമികമായി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഈ തുമ്പൂർ മൊഴി ഭാഗം മുതൽ വെറ്റിലപ്പാറ ഭാഗം വരേക്കും RRT സംഘങ്ങൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ദൗത്യം നടത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ആനകളെ വനപ്രദേശത്തു നിന്നും ജനവാസ മേഖലയിൽ നിന്നും വനപ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യുന്നത്. ഇപ്പോൾ റോഡിൻ്റെ ചാലക്കുടി പുഴയുടെ മറുകരയിലുള്ള ജനവാസ മേഖലയിൽ നിന്ന് ഈ അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്തേക്കുള്ള ആ റോഡ്, ചാലക്കുടിയിൽ നിന്നുള്ള ആ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പല സമയങ്ങളിലായാണ്, അതായത് 10 മിനിറ്റ് നേരം ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഈ ആനകളെ അവിടെ നിന്ന് മാറ്റുന്നു. വീണ്ടും കുറച്ച് നേരം ആനകളെ ആ റോഡിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാഹനങ്ങൾ അതിലൂടെയുള്ള ബ്ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു ദൗത്യം തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, ഈ ആനകളെയൊക്കെ തന്നെ കടത്തിവിടുന്നത് തൊട്ടടുത്തുള്ള പ്ലാന്റേഷൻ മേഖലയിലേക്കാണ്. അപ്പോൾ ഈ പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനായി ഭീതി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നീ ഉൾപ്പെടെയുള്ള മറ്റു ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു വിഭാഗം തൊഴിലാളികളും പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിക്ക് ആനകളെ പുഴ കടത്തി പ്ലാന്റേഷൻ മേഖലയിലേക്ക് കടത്തിയപ്പോൾ അവിടെയുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം വനംവകുപ്പ് കണക്കിലെടുത്തിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇന്നോ അതിൻ്റെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ഇതേ സ്ഥിതി തന്നെ തുടരുകയാണെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ പ്ലാന്റേഷൻ മേഖലയിലുള്ള തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വശത്ത് ദൗത്യം നടക്കുന്നു, മറുവശത്ത് ഇത് ബാധിക്കപ്പെടുന്ന മറ്റൊരു പുതിയ ആളുകൾ കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് മാറ്റുമ്പോൾ അത് പൂർണ്ണമായും ആളുകൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ, ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ